ചേട്ടാ എത്ര? 120. 20 രൂപ നാളെ വന്നിട്ട് തരാവേ. പാണ്ടി, ആ 3-ാം നമ്പർ ക്യാബിൻ. ചേട്ടാ ഇപ്പഴാ മനസ്സിലായത് നീ എന്തിനാ 120 രൂപ മേടിക്കുന്നെന്ന്. അകത്ത് മൊത്തം നശിപ്പിച്ച് വെച്ചേക്കാണല്ലോ. അടുത്ത ആഴ്ച തൊട്ടേ മണിക്കൂറിന് 200 രൂപ കയറ്റാൻ പോവാ. നിങ്ങളിങ്ങനെ കയറ്റിക്കൊണ്ട് പോയാ ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? മനുഷ്യന്റെ ബുദ്ധിയല്ലേ, സുഖത്തിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ശരി, കൗണ്ടറിൽ ക്യാഷ് വെച്ചിട്ടുണ്ട്. മീശക്കാര ചേട്ടൻ വരും, എടുത്ത് കൊടുത്തേക്ക്. എന്നിട്ട് ബുള്ളറ്റിലെ പെരുമാൾ ചേട്ടൻ വരും, അങ്ങേരുടെ കയ്യിൽ കുറി പൈസ കൊടുത്തേക്ക്. ശരി ചേട്ടാ. എല്ലാവരും പോയതിനു ശേഷമേ നീ മറ്റേ പടം കണ്ടിരിക്കണ്ട. പറയണു. ജോലി കഴിഞ്ഞോ? കഴിഞ്ഞു. ചേട്ടനെ കണ്ടുവരാം. ബിയർ മാത്രമല്ലേ ഉള്ളൂ? അതേടി, ഇത് ചോദിക്കാനാണ് വിളിച്ചേ? അതല്ല, നിന്റെ മോനൊന്ന് ചവിട്ടി, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് മോനോ? ശരി ശരി, പെൺകുട്ടി തന്നെ. ശരി ശരി, അറേ കിടക്കാൻ പറ, ഞാൻ വരുക. അതെ, ആ പറ. വരുമ്പോഴേ ബീഫ് ഫ്രൈ വാങ്ങിയിട്ട് വരണം, നല്ല എരിവോടെ ഒന്ന്. ഏയ്, ഡോക്ടർ പറഞ്ഞല്ലേ എരിവുള്ളൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. ശരി ഡോക്ടർ, വാങ്ങിയിട്ട് വന്നാ മതി, എരിവില്ലാണ്ട്. ശരി ആയിക്കോട്ടെ മാഡം. ഒരു ഉമ്മ തരാമോ? ശരി, ഞാൻ പിന്നെ വിളിക്കാവേ. ആ ശരി. റെയിനുവിന്റെ ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, എപ്പോഴാ? അടുത്ത ആഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നേ. നല്ലോണം നോക്കിക്കോളണം, നമ്മളുടെ കുടുംബത്തിന്റെ ആദ്യത്തെ കുഞ്ഞ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ എന്തായി ചെയ്യുന്നേ? അത് ശരി, ഓംലെറ്റ് ഇങ്ങനെയല്ലേ കഴിക്കേണ്ടത്? ചുമ്മാ അഭിനയിക്കല്ലേ. മാമൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു.
എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഗുരു അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് വെള്ളം അടിക്കാന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം അടിച്ചോണ്ടിരിക്കല്ലേ? വേറെന്താ? നിനക്ക് അങ്ങനെയല്ലല്ലോ, വീട്ടിൽ പോയ ഭാര്യയെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ എനിക്കോ ഈ ലോകത്തുള്ള പകുതി ആൾക്കാരെ അവനവന്റെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയാ കുടിക്കുന്നേ. അന്ന് ചേട്ടനോട് പറഞ്ഞില്ലേ കസ്തൂരി ചേച്ചി പറഞ്ഞ കാര്യം? കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയാ നല്ല നടക്കുന്നു. അതൊന്ന് ചെയ്തു നോക്കിക്കൂടെ? നമ്മളൊന്ന് ചെയ്താലേ പകരത്തിന് ചെയ്യുന്ന വെച്ചാ അതിന്റെ പേര് ദൈവമല്ല, മനുഷ്യനാ. അങ്ങനത്തെ മനുഷ്യന്റെ ആവശ്യമില്ല. ശരി, അത് വിട്. സമയം വരുമ്പോ എല്ലാം നന്നായിട്ട് നടക്കും. കൊലപാതകം നടന്ന സ്ഥലത്തിലുണ്ടായിരുന്ന തലമുടി കാരണം കൊലയാളി അറസ്റ്റിലായി. നമ്മൾ വെറുതെയൊക്കെ പറയാറില്ലേ നീയൊക്കെ വലിയ മയിലാണെന്ന്. ഇപ്പൊ ഇതൊക്കെ സത്യമായില്ലേ? എന്തെന്നെ 6 മാസം പ്ലാൻ ചെയ്ത് സ്കെച്ച് ഇട്ട് കൊന്നാലും അവസാനം അവൻ മയിലുകാരനാ മരിച്ചേ. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ശരി, അവൾ വിളിക്കുന്നു, ഞാൻ എന്നാ പോവോ? സൂക്ഷിച്ചു പോകണം കേട്ടോ. എടുക്കടാ. ചേട്ടാ, ചേച്ചി സൂപ്പറായിട്ടോ. പെണ്ണിന്റെ അടുത്ത് എന്തെങ്കിലും ഇപ്പൊ സംസാരിക്കണോ സംസാരിച്ചോ, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കണം, കഷണ്ടിയുള്ള ചെക്കനെ പെണ്ണിന് വേണ്ടാന്ന് പറഞ്ഞു. ഓഹോ, വന്നല്ലോ. കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. ടെൻഷൻ ആവാതടാ. ഇതാണ് പോകുന്നു. വിളിക്കടാ, വിളിക്ക്. അതെ, എന്താ? റോസ്. എന്തിന്? പ്രപ്പോസ്. ചെരുപ്പ്. ഇല്ല, വേണ്ട, എന്റെ കാലിലുണ്ട്, ഞാൻ പോവാ. അതെ, എന്താ ചെരുപ്പെന്ന് പറഞ്ഞ ഉടനെ പോകുന്നേ? അത്രയ്ക്ക് പേടിയാ? അങ്ങനെ പേടിയൊന്നുമില്ല, കുറച്ച് നാണുണ്ട്. ചേട്ടാ, നിങ്ങളെ വിശ്വസിച്ചാ ഇറങ്ങുന്നേ. ഇതില് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? പേടിച്ചാ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്റെ പൊന്നു ഗുരു. അതല്ലേ ഞാൻ കൂടെ തന്നെ ഇല്ലേ. പേടിയില്ല ചേട്ടാ, ആലോചിക്ക. വളരെ സിമ്പിളാടാ. പാർട്ടിക്ക് വരുന്ന കള്ളപ്പണങ്ങളൊക്കെ വെളിയിൽ പലിശയ്ക്ക് വിട്ട് വെള്ളയായിട്ട് മാറ്റുന്നു, അത്രയേ ഉള്ളൂ. പിന്നെന്താ പലിശ നമ്മൾ നേരത്തെ ചോദിക്കുന്നു. നീ നിന്റെ പലിശ എടുത്തിട്ട് കമ്മീഷൻ അടച്ചാ മതിരാ. ഒരു 4 ദിവസം കൊണ്ട് ഞാൻ നിനക്ക് പൈസ തരാം. നീ അവരുടെ കൈ കൊടുത്തേക്ക്. അതോടെ നിന്റെ ജോലി കഴിഞ്ഞു.
അത് കഴിഞ്ഞവർ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഞാൻ നോക്കിക്കോളാം അവരെയൊക്കെ. ഗുരു, ഈ ലോകം പണത്തിന് കൊടുക്കുന്ന വില പോലും മനുഷ്യന് തരാൻ പോകുന്നില്ലടാ. ഇത് കഴിഞ്ഞാ നിന്റെ ഇഷ്ടം. ശരിയേട്ടാ, ആളുകളെ ഞാൻ തയ്യാറാക്കാം. റെഡിയാക്ക് റെഡിയാക്ക്. ചേട്ടാ പറയടി. എന്ത് ചെയ്യാ? ഇതാ ഇപ്പൊ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരില്ലായിരുന്നോ? എന്തിന്? സോപ്പ് തേച്ചു തരാൻ. ഏയ്, നീ സോപ്പ് വെച്ച് തരുവോ? ഡാ പൊട്ടാ, ആ സോപ്പ് ഞാൻ തന്നെയാ. സോപ്പ് എവിടൊക്കെ തേക്കെന്ന് അറിയാ നിനക്ക്? ആ ഹലോ ഹലോ രേണു, ഹലോ ഹലോ. പറയട്ടാ. ഗുരു, 2 മാസമായിട്ട് കാശ് അടച്ചിട്ടില്ല. വീട്ടിൽ ഒന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്ന പറയുന്നേ. നീ ഒന്ന് സംസാരിക്കൂ ഗുരു. ചേട്ടാ, ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? കാശ് വാങ്ങി നിന്റെ കയ്യിൽ കൊടുക്കുന്നത് മാത്രമാണ് എന്റെ ജോലി. എന്നിട്ട് നീയായി നിന്റെ പാടായി. പ്ലീസ്, നീ ഒന്ന് സംസാരിക്കേ. വീട്ടിൽ പ്രായമായ പെണ്ണുണ്ട്. നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ ഭയങ്കര നാണക്കേടാകും. ശരി ചേട്ടാ, ഇതാണ് അവസാനം. ഫോൺ കൊടുത്തേ. ഇന്നോ ഇന്നോ, ഞാനിപ്പോ കൊടുക്കാം. അതെ, ഗുരുവിന് സംസാരിക്കണമെന്ന്. ഗുരു, ചേട്ടാ, ഇപ്രാവശ്യം വിട്ടേക്കേ, അടുത്ത വർഷം കറക്റ്റായി തരും. ശരി, നീ പറയുന്നോണ്ട് ഞാൻ വിട്ടേക്കാ. അവരോട് പറഞ്ഞു വെച്ചേരെ. ശരി ചേട്ടാ. രേണു, കരയല്ലേ പിന്നെ? അടി നിനക്കല്ലല്ലോ, എനിക്കല്ലേ കിട്ടിയ ചേട്ടൻ്റെ കയ്യിന്ന്. പിന്നെ പ്രേമിക്കുന്നറിഞ്ഞ പിന്നെ ലാളിക്കോ? അതൊന്നും എനിക്കറിയില്ല. മര്യാദയ്ക്ക് വന്ന് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോ. എന്തോന്ന് കല്യാണോ? എടി, നിനക്ക് ഭ്രാന്താണോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. നിന്നെ സ്നേഹിച്ചതല്ലേ. രേണു, എനിക്ക് 23 വയസ്സേ ആവുന്നുള്ളൂ. വന്ന് കൂട്ടിട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ലടി. പറ്റില്ലല്ലേ? പറ്റില്ല. പറ്റില്ലെന്ന് ഉറപ്പല്ലേ? ഡീ, നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പറ്റില്ലെന്ന്. എന്നാ ഞാൻ ഞരമ്പ് കുറിച്ച് ചത്തേക്കാം. നീ പോയി സന്തോഷായിരിക്കേ. മയിരേ, പടയപ്പ പടത്തിൽ വരുന്ന രജനിയെ പോലെ 2 വർഷത്തിൽ തന്നെ നീ ആള് മാറിപ്പോയല്ലോടാ ഗുരുവേ. എന്തുവാ ഇത്? മൊത്തം 22 പേരാ. ഒരാൾ വീതം 3 ലക്ഷം പറഞ്ഞിരിക്കുന്നേ. ഇതിലെന്റെ കമ്മീഷൻ കാശ് വഴിയേ ബാഗിൽ 13 ലക്ഷം ഉണ്ട്. എന്റെ അനിയനടാ നീ. നിന്നെ ഏത് നിലയ്ക്ക് ഞാൻ കൊണ്ടുപോകുന്ന നീ നോക്കിക്കോടാ മോനെ. അത് ശരി, എവിടുന്നാടാ നീ ഇത്രയും ആൾക്കാരെ കണ്ടുപിടിച്ചേ? അതിന് കാരണം ദാ മോനെ. എന്താ ഏട്ടാ? 500 രൂപയോ? താങ്ക്സ് ഏട്ടാ. മനസ്സിലായി മനസ്സിലായി. എനിക്കാണെങ്കിൽ 33 വയസ്സായി. കാണുന്ന പെണ്ണൊക്കെ വേണ്ട വേണ്ടെന്ന് പറയാ. അതിനുവേണ്ടി അനിയൻ കല്യാണം കഴിക്കണ്ടേ? മൂത്തവൻ നിൽക്കുമ്പോ ഇളയവന്റെ കല്യാണം നടത്തിയ
പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ തല പൊക്കി നിൽക്കാൻ പറ്റില്ല. അമ്മേ, ഇവിടെ അവനവന്റെ കാര്യം നോക്കാനേ സമയമില്ല. എന്നിട്ടാ മറ്റുള്ളവന്റെ കാര്യം. അത് പ്രകൃതിയാ, മാറില്ല. ആ പെണ്ണെ കെട്ടുവാണെങ്കിൽ ഇവനെ കെട്ടുമെന്നാ പറയുന്നേ. മൂത്തവരൊക്കെ ചേർന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ ഞാൻ നടത്തി കൊടുക്കണോ? ശാന്തി, വാ പെണ്ണിന്റെ വീട്ടിൽ പോ. അങ്ങനെ ആവട്ടെ. എന്റെ ഏടാ ടെൻഷൻ ആവാതെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മേ, ഇത് 6 പവനുണ്ട്. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ, ബാക്കി നമുക്ക് നോക്കാം. ശരി മോനെ. ഹലോ, പറയൂ അച്ഛാ. മോനെ, അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയി മോനെ. എന്താ ചേ പറയുന്നേ? അച്ഛനും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലോ? ഹലോ അച്ഛാ. മോനെ, എന്തു പറ്റിയച്ചാ? പറയച്ചാ. രണ്ടുപേരും നമ്മളെ വിട്ട് പോയടാ. മോനെ, മോനെ, എന്നടാ നീ ചോദിച്ച പൈസ കണ്ടവന്റെ ഒക്കെ കയ്യിൽ നിന്ന് കടം മേടിച്ചാടാ. നോക്കി കണ്ടുമൊക്കെ ബിസിനസ് ചെയ്യും. അച്ഛനും അമ്മയും പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. നിനക്കും അവനും ഞാനും അവളും ഉണ്ട്. ശരി. എന്തെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ വന്ന് ചോദിച്ച് മേടിച്ച് തിന്നണം കേട്ടോ. മനസ്സിലായോ? ശരി മാമ. ശരി, നോക്കിയിരിക്കട്ടോ. ഞാൻ പോയി വരാം. ആ ശരി. സ്റ്റഡി എവിടെ താക്ക്? करने किसी से
ഇത് വേറെ കോഴിമുട്ട പൊട്ടിക്ക്. ചെറിയൊരു കലക്ക്. മെല്ലെ ഇപ്പൊ വന്നു. സാധനം റെഡി. ഫോണ് മതി മതി. ചേട്ടാ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോ. ഇന്നേ ഞാൻ ആ സീരിയല് കണ്ടതിലേ നായകൻ അവന്റെ ചിറ്റയുമായി ശരിയില്ലാത്ത ബന്ധമുണ്ട്. അത് തെറ്റല്ലേ? അത് അവനോടല്ലേ പോയി ചോദിക്കണ്ടേ? പറയേ. നിന്നെ പോലെ സുന്ദരിയായ പെണ്ണടുത്തുള്ളപ്പോ അവൻ പോകാതിരുന്നല്ലേ തെറ്റുള്ളൂ. എന്ന് വെച്ച് തന്റെ ചിറ്റയുടെ കൂടെയോ? നമ്മുടെ അമ്മയുടെ അനീതിയാണെന്ന് തോന്നില്ലേ? എടി, എന്തിനാടി ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? ഇവിടെ സംസാരമല്ല, പ്രവൃത്തിയാണ് കാര്യം. അതെ, വേണ്ട വേണ്ട. വയറിന്റെ ഉള്ളിൽ കുഞ്ഞുണ്ട്. കുഞ്ഞടക്കിടന്ന് ഉറങ്ങിക്കോട്ടെ, നീ ഒച്ച വയ്ക്കായിരുന്ന മതി. നാട്ടിലെ അവൻ എന്ത് ചെയ്താ നമുക്കെന്താ? നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ഓണായിക്കേ. എവിടെ ഗൂഗിളില്? ശരി, ഇന്നലെ പകുതിയിൽ വിട്ട് തന്നെ കണ്ടേക്കാം.
കല്യാണം കഴിഞ്ഞവന് ഒരു ഭാര്യ, കല്യാണം കഴിയാത്തവന് ഫോണാണ് ഭാര്യ. ഇപ്പൊ വരാം. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. മോനെ പുറത്തു വാ. സൂപ്പർ, മാർവലസ്. ചേട്ടാ, ചിറ്റ വിളിക്കുന്നുണ്ട്. എടുത്ത് സംസാരിക്കേ. പറ ചിറ്റേ. അതെ, എന്നെ വിട്ട് പോയല്ലോ. ചേട്ടാ, അമ്മായിയുടെ നിന്ന് കാശ് മേടിച്ചായിരുന്നോ? അമ്മായി പറഞ്ഞോ? ചേട്ടാ, മര്യാദയ്ക്ക് സംസാരിക്കേ. നമ്മുടെ അച്ഛൻ്റെ പെങ്ങളത്. ഇതുവരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഹലോ, ഞാനിപ്പോൾ വരാം മോളെ. ചേട്ടനെടുത്താ? ആരാ? റേനു ആണോ? ദൈവമാടാ അവള്. എനിക്കൊരു പ്രശ്നം വന്നപ്പോഴേ ഒന്നും ആലോചിക്കാതെ അവളുടെ സ്വർണ്ണം എനിക്ക് തന്നു. പക്ഷെ അമ്മായി എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഒരു കൂസലുമില്ലാതെ നിൽക്കുമായിരുന്നു. അമ്മാവൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയാലും അവള് സ്വത്ത് മുഴുവൻ ചോദിക്കുന്ന പോലെയാണ് അവളുടെ നോട്ടം. ഫോട്ടോ വീട് ഞാൻ അറിയാ ചോദിച്ചാ. എനിക്കൊരു ആഗ്രഹമുണ്ടാ, റേനുവിനെയും നിന്നെയും ജോലിക്ക് അയക്കാതെ ഞാൻ തന്നെ നോക്കും. പക്ഷേ 10 മണിക്ക് ശേഷം എനിക്കെൻ്റെ ഫോൺ തന്നെ ഓണാക്കാൻ കഴിയില്ല. അത്രയ്ക്കും കടവാ. എല്ലാ ചെറ്റ ഗുണകാരനാണ്. അമ്മാവൻ അപ്പോഴേ പറഞ്ഞു, എല്ലാം വിശ്വസിക്കല്ലേ, അവസാനം പ്രശ്നമാവുമെന്ന്. അതൊക്കെ വീടിയേട്ടാ, പഴയ എന്തിനാ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാ, അമ്മാവനെ ഈ വെള്ളടി പുകവലിയിൽ യാതൊരു താല്പര്യമില്ല.
പിന്നെ എങ്ങനെയാടാ അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ടാവുക? ഈ ദൈവം എന്ന് പറയുന്നുണ്ടല്ലോ, നല്ല ആൾക്കാരൊക്കെ പെട്ടെന്ന് വിളിക്കുന്ന ആളാ. അതുകൊണ്ടായിരിക്കും നേരത്തെ വിളിച്ചേ. പിന്നെ എന്തിനാ നമ്മുടെ അച്ഛനും അമ്മയും കൊണ്ടുപോയത്? അവരുടെ കാര്യം ഇപ്പം എന്തിനാ പറയുന്നേ? പിന്നെന്താടാ, ഗർഭിണിയായ ഒരു പെണ്ണിനെ വെച്ചോണ്ട് സ്പെയർ പാർട്സ് കമ്പനിയിൽ രാവും പകലും പണിയെടുക്കും. ഞാൻ കടങ്കാരനെ പേടിച്ചുകൊണ്ട് ഓടി ഒളിഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ സുഖത്തിനു വേണ്ടി നമ്മളെ പ്രസവിച്ചിട്ട് ഇപ്പം ആരും നോക്കുക? നമ്മൾ തന്നെയല്ലേ. അതൊക്കെ വിടിയേട്ടാ. ഞാനിപ്പോ ഇറങ്ങാ. ചേട്ടാ, അവള് പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ. ദൈവമേ, എന്നെ കണ്ടില്ലേ? ഞാനും നല്ലവൻ തന്നെയാ. ഈ വൃത്തികെട്ട ലോകത്തിലല്ലേ ജീവിക്കുന്നേ. അപ്പൊ ഞാൻ നല്ലവനല്ലേ? എടുത്തോ എടുത്തോ എടുത്തോ. കസ്തൂരി, ഇതാ വരുന്ന ചേച്ചി. ഇന്നലെ അനാഥാലയത്തിൽ നിന്ന് ഒരു അമ്മ വന്നില്ലായിരുന്നോ തുണി ചോദിച്ചോണ്ട്? അവര് വരുമ്പോ ഇതെല്ലാം എടുത്തു കൊടുത്തേക്കണേ. ശരി ചേച്ചി. അയാളെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല. അയാളുടെ തുണിയെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും ഉപയോഗം ആവട്ടെ. എന്താ സാറേ, ഇപ്പൊ എപ്പോ നോക്കിയാലും ഫോണ് തോണ്ടി ഇരിപ്പാണല്ലോ. അതൊന്നുമല്ല, ഒരു കാര്യം മനസ്സിലാക്കായിരുന്നു. അങ്ങനെ എന്താ മനസ്സിലാക്കുന്നേ? കൊലപാതകം എങ്ങനെ ചെയ്യാമെന്ന്. ആരെയാ സാറേ കൊല്ലാൻ പോകുന്നേ? നിന്നെ തന്നെയാടി പൊട്ടി. ഞാനെന്താ ചെയ്തേ? അതേ, ഇതുവരെ എന്റെ കുഞ്ഞിനെ നീ പറ്റിയൊന്നുമില്ലല്ലോ. അതാ കുഞ്ഞെങ്കി അപ്പൊ ഞാനോ? അത് കുഞ്ഞാണെങ്കി നീ എന്റെ ചക്കരക്കുടം. ഭയങ്കര വെളുപ്പാ പറയുന്നേ. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സാറെന്താ വലിയ തമാശക്കാരനാണെന്നുള്ള വിചാരാണോ? അതെ, ആണെങ്കിൽ നീ ഇപ്പൊ എന്ത് ചെയ്യും? എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലേ? പറയണോ ചെയ്യണോ? പറഞ്ഞ് പറഞ്ഞ് ചെയ്യണം. ഒരു മിനിറ്റ്, ഏതോടാ ഈ സമയത്ത് ഫോൺ ചെയ്യുന്നത്? ഹലോ. ശരി അമ്മായി, വന്നോളാം. എന്ത് പറ്റി ചേട്ടാ? എന്താന്നറിയില്ല, അമ്മായി എന്നോടും ഗുരുവിനോടും രാവിലെ വരാൻ പറഞ്ഞിരിക്കുക. അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ രാവിലെ നോക്കാം. എടീ, മര്യാദയ്ക്ക് എന്നിട്ട് ഓടി.
ചേച്ചി ഉം? 4 മണിയായി. കുഞ്ഞിനെ സ്കൂൾ വിട്ടിട്ടുണ്ടാവും. ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. ഇന്നത്തെ പണിയൊക്കെ മതി, ബാക്കി നാളെ ചെയ്താ മതി. നീ പൊക്കോ. ശരി ചേച്ചി. ആ എന്താ അമ്മ ഇത്? ഞാൻ തന്നെ ഇപ്പോഴാ അറിഞ്ഞേ. മരിച്ചതിന് ശേഷമെങ്കിലും അച്ഛനും അമ്മയും നല്ലത് ചെയ്തല്ലോ വെച്ച് സന്തോഷിക്കുകയെ, അല്ലെങ്കിൽ നീ മരിച്ചതിന് ശേഷം ഇതെല്ലാം കിട്ടുമെന്ന് വിചാരിച്ച് ദുഃഖിക്കുകയെ? ചുമ്മാ ഇരിക്കേട്ടാ. ഗുരു, നിന്റെ ചേട്ടനായാലും ശരി ചേച്ചി ആയാലും ശരി, ഇതിനെപ്പറ്റി ആരും എന്നോടൊന്നും പറഞ്ഞില്ല. വെറുതെ എന്നോട് ദേഷ്യം കാണിക്കണ്ട. എന്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, അപ്പം മനസ്സിലാവും. ഡാ വാടാ, അമ്മാവന് പകരം ഇവളും മരിക്കേണ്ടിയിരുന്നു. ദേഷ്യപ്പെടില്ല അമ്മായി. ചേട്ടനെ കുറിച്ച് അമ്മായിക്ക് അറിയാവുന്നല്ലേ. നിങ്ങളുടെ റിപ്പോർട്ടിനത് പറയുന്നത് ഒരുപാട് കള്ളുകുടിയും സിഗരറ്റ് വലിയും ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിന് ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ എക്സാമ്പിൾ, ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടാവുന്നത്, ഇടയ്ക്കിടയ്ക്ക് കണ്ണിരിയുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സോ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് നിങ്ങൾക്കൊരു കുട്ടിയെ കിട്ടില്ല. ചന്ദ്ര, എന്തോ? ചോറെടുത്ത് വെക്ക്, എനിക്ക് വിശക്കുന്നുണ്ട്. ഇരുന്നോളൂ, ദാ എടുത്തിട്ട് വരാം.
എടി ചന്ദ്ര, ഉം. അതിനകത്ത് റെസിപ്റ്റ് ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്ത് വെക്ക്. ഉം. അപ്പോ ഞാൻ അത്രയും പറഞ്ഞിട്ടും കേൾക്കാതെ ട്രാക്ടർ കൊണ്ടുപോയി പണയം വെച്ചേക്കോ അല്ലേ? എന്നെക്കാട്ടിലും മുമ്പേ നിന്റെ ചേട്ടന്റെ പിള്ളേർക്ക് നീയല്ലേ ചെയ്യേണ്ടത്? ആ, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് അറിയാലോ. നിങ്ങളോട് ആരാ ചെയ്യാൻ പറഞ്ഞേ? നീ രസം ഉണ്ടാക്കിയായിരുന്നോ? ആ, ഉണ്ട് ഉണ്ട്. ഇങ്ങ തന്നെ. ഇതാ കഴിച്ചോ. എന്തിനാണ് ഇത്രയും? കഴിക്കാൻ വേണ്ടി തന്നെയാ. നമുക്ക് 2 പിള്ളേരില്ലാത്തതിന്റെ വിഷമം നമുക്കല്ലേ അറിയത്തുള്ളൂ. പിന്നല്ലാതെ അവർക്ക് ചെയ്യാതെ പിന്നെ നമ്മൾ ആർക്ക് ചെയ്യാനാ? ഞാനും അത് തന്നെയാ പറഞ്ഞേ. ഇത് നാട് മുഴുവൻ കടം വാങ്ങി പലിശ അടിച്ച് മുടിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞങ്ങാനുമായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ വിഷം കൊടുത്ത് കൊന്നേനെ. ആദ്യം മര്യാദയ്ക്ക് ഒരു രസം ഉണ്ടാക്കടി. വിഷം വെക്കുന്നതിനെ കുറിച്ച് പിന്നെ ആലോചിക്കാം. ആ, അത് ആ പാത്രം നക്കി തുടയ്ക്കുന്നതിന് മുന്നേ പറയണമായിരുന്നു. ചേട്ടാ വാ. ഛേ, എന്തേ വീണ്ടും എന്ത് പറ്റി? കുഞ്ഞുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി. ഇതും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഏതൊരു ഭാര്യയും ഈ കാര്യം ഭർത്താവിനോട് പറയുമ്പോൾ ഞാനൊരാണാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരം അവ മിണ്ടാതിരിക്കും എന്നതാണ്. ചേട്ടാ ഒരു ചായ. ആന്റിയെ ഞാൻ കറക്കളിയാ. ഇപ്പൊ അവള് തന്ന കാശിന് ചായ കുടിച്ചോണ്ടിരിക്കുക. എന്താ എങ്ങനെ കറക്കിയെന്നോ? അളിയാ, അതൊക്കെ വളരെ ഈസി അല്ലടാ. നിനക്ക് ഇഷ്ടമുള്ള ഒരു ആന്റിയുടെ അടുത്ത് പോയി സംസാരിക്ക്. നീ പറയുന്നതിനൊക്കെ അവർ ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് നിന്റെ അളിയാ. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. അതിൽ എപ്പോഴെങ്കിലും നീ മാറ്റർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചോ, പക്ഷെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അത് കഴിയും, അത് അവള് തന്നെ എല്ലാം നോക്കിക്കോളും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പൈസ വരെ മേടിക്കാളിയാ. അവളുടെ കെട്ടിയോ മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് എന്തിനാണ് അവള് വരുന്നേ? അളിയാ, ഇപ്പതേ അവളെ വിളിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ സംസാരിച്ചിട്ട് വരടാ. ഹലോ. ആ, ജയ് ചായക്കടലുണ്ട്. നിന്റെ കെട്ടിയൻ പോയെന്നോ?
ദോ ഇപ്പൊ വരാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു ആന്റിയുടെ അടുത്ത് പോയി സംസാരിക്കുക. നീ പറയുന്നതിനൊക്കെ അവർ ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് നിന്റെ അളിയാ. ആ പറയടാ, ആ പുറത്തുണ്ട്. നീ എന്ത് ചെയ്യാ? ആ കഴിച്ചു. നീ കഴിച്ചോ? അതെ, ഉം. കേക്കുന്നില്ലേ? പറയടി. ഞാൻ വയ്ക്കുന്ന രസം വിഷം പോലെ ഉള്ളതുകൊണ്ടാ ഇവരെ കൊണ്ടുവന്നതല്ലേ? അങ്ങനെയല്ലേ? നീ എത്ര നാളാടി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നേ? അതുകൊണ്ടാ നിനക്കൊരു സഹായത്തിന് വേണ്ടി വരാൻ പറഞ്ഞേ. ചേച്ചി. കുറച്ച് എണ്ണ അധികം ഒഴിച്ച് വഴറ്റ്. ശരി ചേച്ചി. സംശയത്തിന്റെ ആദ്യത്തെ ചുവട് കണ്ണില് കാണാൻ കഴിഞ്ഞു. ആര് വരുന്നു പോകുന്നു എന്നറിയാൻ വേണ്ടി ഒരു ചാവി കൊടുത്ത ബൊമ്മ. അതിന്റെ പേരാണ് കസ്തൂരി. എവിടെ പോയിട്ട് വരുവാ? കടയില്. ഇതിനല്ലേ കസ്തൂരിയെ ജോലിക്ക് വെച്ചത്? അവള് പോവാന്ന് തന്നെയാ പറഞ്ഞത്. ഞാനിവിടെ വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ടാ പോയിട്ട് വരാന്ന് പറഞ്ഞു. നീ ചുമ്മാ ഇരുന്നാലും കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇരിക്ക്. ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ പോയതുകൊണ്ട് എന്താ പറ്റിയേ? പോകരുതെന്ന് പറഞ്ഞാ പോകരുത്, അത്രേ ഉള്ളൂ. കസ്തൂരി, സാറേ. ചോറെടുത്ത് നോക്ക്, വിശക്കുന്നു. സംശയത്തിന്റെ രണ്ടാമത്തെ പടി അനുസരിപ്പിക്കൽ. ആ പറയ്. നാളെ വരേണ്ടത്. നീ എന്ത് ചെയ്തോണ്ടിരിക്ക? ആ ആ നീ ഫോണിൽ സംസാരിച്ച നീ എന്നോട് മാത്രം സംസാരിച്ചാൽ മതി. മനസ്സിലായോ? ഇനി ഒരു പ്രാവശ്യം കൊണ്ട് നീ ഫോണിനകത്ത് ചിരിച്ച് സംസാരിക്കുന്ന കണ്ടാ മയിര് ഇവിടെ തന്നെ ഞാൻ നിന്നെ കെട്ടിത്തൂക്കും പറഞ്ഞേക്കാം. സംശയത്തിന്റെ മൂന്നാമത്തെ പടി അടിച്ചമർത്തൽ.
റേനു ഉറങ്ങിയോ? ആ ഉറങ്ങി ഏട്ടാ. ഒന്നരേക്കറിന് എത്ര കിട്ടും? ആ സ്ഥലമാകുമ്പോൾ ഒരു 2 കോടിയെങ്കിലും കിട്ടും. എത്രയൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ അച്ഛന് ഇത്രയും ദേഷ്യം പാടില്ലായിരുന്നു. മുത്തശ്ശന്റെ സ്വത്തിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. അത് ദേഷ്യമല്ല, അഹങ്കാര. അതിപ്പോ എന്തായാലും നമുക്ക് പോരായല്ലോ. അതേ നമ്മുടെ അച്ഛനെ പവർ ഓഫ് അട്ടോണി എന്ന അമ്മാവൻ്റെയും അമ്മയുടെയും പേര് വലിപ്പത്തിൽ എഴുതിയിരിക്കുകയല്ലേ. ഇപ്പോ മാമനും ഇല്ല, കുറച്ചാൾ കഴിയുമ്പോ അമ്മായിയും പോവും. പിന്നെന്താ കുഴപ്പം? നീ എന്താ പറഞ്ഞേ? നമുക്കായ സമയം പെട്ടെന്ന് വരുന്നല്ലേ. ആ സമയമൊന്നും വരാൻ പോകുന്നില്ല. അത് നമ്മൾ വേണം ഉണ്ടാക്കാൻ. ശരി, അതിന് ചേട്ടാ അത് മാത്രം പറയണ്ട. അതാണ്. അതിനിപ്പോ അമ്മായി കൊല്ലണമെന്നാണോ പറയുന്നേ? അതെ. ചേട്ടാ ചേട്ടാ നല്ല ഫിറ്റ് ആയിട്ടുണ്ട്. എണീറ്റ് പോയി ഉറങ്ങാൻ നോക്ക്. കള്ളു കുടിച്ചിട്ട് ഓരോന്നിങ്ങ് പറയുക. കള്ളു കുടിച്ചിട്ടല്ല, ആവശ്യങ്ങൾ കൂടുതലായി. എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. അതിനിപ്പോ ഓരോരുത്തരെയും കൊല്ലാൻ പോവാണോ? നിനക്ക് വേണ്ടപ്പെട്ട സാധനം കയ്യെത്തുന്ന ദൂരത്തുണ്ടെങ്കിലേ അതിനു വേണ്ടി ഒരാളെ കൊല്ലണമെങ്കിൽ ഇവിടെ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. എന്ത് പറഞ്ഞാലും ശരി, എനിക്കിതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. നീ എപ്പോഴെങ്കിലും കടംകാരനെ പേടിച്ച് ബാത്റൂമിൽ കയറി ഒളിഞ്ഞിട്ടുണ്ടോ? ഇവൻ വിളിക്കും അവൻ വിളിക്കുന്നു പറഞ്ഞ് 10 മണിക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതൊക്കെ വിട്ടേ. നിന്റെ കടം അടയ്ക്കാൻ വേണ്ടി കണ്ടവന്റെ കാല് പിടിച്ചിട്ടുണ്ടോ? ഞാനിത് നിന്ന് പുറത്തു വരണമെങ്കിലേ എനിക്കുള്ള ഒരേ വഴി ഇത് മാത്രമാണ്. എന്നെ വിട്ടേക്ക്. നീ റേനു എപ്പോഴും വാടക വീട്ടിലുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുണ്ടാവും. അതിനു വേണ്ടിയിൽ സ്ഥലം വേണ്ടേ? അതല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ട്. പോലീസിനും കേസിനും വേണ്ടിയില്ലേ പേടിക്കുന്നേ. ഇത് കൊലപാതകമാണോ സൂസൈഡാണോ എന്ന് അറിയാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെ? 100 ലോകം എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ നീ എൻ്റെ കൂടെ നിന്നാ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് പോലീസ് കുടുങ്ങിയാലും നിനക്കും റേനുവിനും ഒന്നും സംഭവിക്കില്ല. ചേട്ടാ ഞാൻ പറയുന്നത് കേക്ക്. ഒറ്റൊരു വര, അത് കടന്ന ജീവിതം തന്നെ മാറിയേക്കും. ശരിയെല്ലാം നിന്റെ കയ്യിലാ. ശരി, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? പറയാം.
ആരാടാ ഈ നാറി? 2000 രൂപയാണല്ലോ കണ്ടിരിക്കുന്നത്. വേറെ ആരാ? നിങ്ങളുടെ അനിയനാ. എന്ത് ഡാ എന്തൊക്കെയാടാ പറയുന്നേ? 2000 രൂപയ്ക്ക് ചില്ലറ വേണമെന്ന് പറഞ്ഞു. ഞാൻ തന്നെയാ ഡ്രോയ്ക്കകത്തോണ്ട് എടുത്തോളാൻ പറഞ്ഞത്. അത് സാറിനെ കൊണ്ട് മര്യാദയ്ക്ക് പറയാൻ കഴിയില്ലേ? ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലായിരുന്നോ? നിനക്കൊരു ദിവസം വെച്ചിട്ടുണ്ട് ഞാൻ. എന്തത് പുതിയ ടാബാണല്ലോ. ഡാർക്ക്. സ്ലീപ്പ്. ആ എടാ. പറയടാ. ആ പറയാം. ഇതെന്താ ഏട്ടാ? അതൊരു ഡ്രഗാ. അതിന്റെ പേര് സ്ലീപ്പാ. ഉം. ഉം. ഇതുകൊണ്ട് എങ്ങനെയാ? ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ കിട്ടും. ആ, നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് വൈറ്റ് കളറാണ്. ഇത് പഞ്ചസാര അല്ല, അത് ഉപ്പിൽ ചേർത്താലേ ഒരു വ്യത്യാസം അറിയില്ല. പിന്നെ ടേസ്റ്റ് പോലും മാറത്തില്ല. ഇത് കോഫിയിലോ അല്ലെങ്കിൽ ചായയിലോ മിക്സ് ചെയ്ത് കൊടുത്താലേ പിന്നീട് സ്വസ്ഥമായ ഉറക്കമാണ് ജീവിതം മുഴുവനും. അതിരിക്കട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഹാർട്ട് അറ്റാക്കുന്നേ വരൂ. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഈ ലോകത്തെ മറ്റൊരു ഭാഗമുണ്ട്, അത് വളരെ ഇരുട്ടാണ്. അതാണ് ഡാർക്ക് വെബ്. ഞാൻ അതിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇതെങ്ങനെ അമ്മായിക്ക് കൊടുക്കുക? പറയാം. പറയേ. നീ അമ്മയെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ടോ? അവൾ രാവിലെയും വൈകുന്നേരവും ഒരു കോഫി കുടിക്കും. ഓക്കെ. അതിൽ വേണം നമ്മൾ സ്ലീപ്പ് കലക്കാൻ പോകാൻ. എന്ത് പോണോന്നോ? ആഹാ, പോകും. ശരി, പോകാം. ഇതാണ് പ്ലാൻ. ദിവസേന 4 മണിക്ക് എല്ലാ വീട്ടു ജോലിയും കഴിഞ്ഞ് 4:30 മണിക്ക് തൻ്റെ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കസ്തൂരി ചേച്ചി പോവും. ആ സമയത്ത് അമ്മായി ഒരു കോഫി കുടിക്കും. ഞാൻ 4:30ക്ക് അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ സംസാരിച്ച് അങ്ങനെ കഴിക്കാനിരിക്കും. കസ്തൂരി ചേച്ചി ഇല്ലാത്ത സമയം നോക്കി അവിടുത്തെ ഷുഗറിൽ ഈ സ്ലീപ്പ് മിക്സ് ചെയ്യും. അതിനുശേഷം കസ്തൂരി ചേച്ചി കോഫി ഉണ്ടാക്കും. അതുകൊണ്ട് അമ്മായിയുടെ കയ്യിൽ കൊടുക്കും. അമ്മായി ആ കോഫി കുടിക്കും. അതിനുശേഷം ഞാൻ പുറപ്പെട്ട് വീട്ടിലേക്ക് ചെന്ന് ഉറങ്ങി രാവിലെ എഴുന്നേക്കും. പക്ഷെ അവള് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ചെയ്തേ പറ്റുള്ളൂ. ഒരു സ്വർണ്ണവേട്ടക്കാരനെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി തുരങ്കം തോണ്ടി 8 ദിവസം 9 ദിവസം 10 ദിവസമായിട്ടും സ്വർണം കിട്ടിയതേ ഇല്ല. അതിനുശേഷം വേറൊരു വേട്ടക്കാരൻ അതേ സ്ഥലത്ത് ഒറ്റൊരു ദിവസമേ തോണ്ടിയുള്ളൂ. അവന് സ്വർണം കിട്ടി. ഇപ്പൊ നമ്മളും അതേപോലെയാണ്. 10ാമത്തെ ദിവസത്താ ഉള്ളത്. മടങ്ങി പോകാനൊന്നും കഴിയില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട. വെള്ളമടിച്ചിട്ട് വീട്ടിൽ പോയി കടന്നുറങ്ങ. ബാക്കി ഞാൻ നോക്കിക്കോളാം. കുടിച്ചിട്ട് ബോധമല്ലാതെ നീ റേനുവിനോടൊന്നും പറഞ്ഞേക്കരുത്. പേടിത്തൊണ്ടൻ.
എന്ത് പറ്റി ചേട്ടാ? ഭയങ്കര തലവേദന. ഞാനെന്നൊരു കാപ്പി ഉണ്ടാക്കി തരട്ടെ? വേണ്ടടി, ഒന്നുറങ്ങിയാൽ ശരിയാവും.
ഞാൻ നാളെ പറയാം. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതിയോ? ഉം. ശരി, സമയമായി, ഞാൻ പോകണം. ശരി. എന്താ ഏട്ടാ? എടാ, മീശക്കാരൻ വന്നിട്ടുണ്ട്. ആ, ചേട്ടൻ വീട്ടിലില്ല. ക്ഷമിക്കണം, കഷണ്ടിയുള്ള ചെക്കനെ പെണ്ണിന് വേണ്ടാന്ന് പറഞ്ഞു. നിന്നെയൊക്കെ ഉണ്ടാക്കിയതിന് പകരം 4 വാഴ വെക്കായിരുന്നു. നാട് നീളെ കടം മേടിച്ച് തിന്നോണ്ടിരിക്കുന്നു. നാണമില്ല നിനക്ക്? ചേട്ടാ, എനിക്ക് കുറച്ച് സമയം തരും, തന്നേക്കാം. ചേട്ടാ, ഒരു 10 ദിവസം മാത്രം 10 തന്നേക്കാട്ടെ. ദിവസം പൈസ തിരിച്ചു തന്നേക്കണം. ചേട്ടാ എത്രയാ? 120. 20 നാളെ ഒന്ന് തരാവേ. ഒരു ഉമ്മ തരുമോ? ഏയ്, നീ സോപ്പിട്ട് വരുമോ? എടാ പൊട്ട, ആ സോപ്പ് ഞാൻ തന്നെയാ. റോസ്. ഹലോ, ഒരു ഉമ്മ. ഏയ്, ആ സോപ്പ്. റോസ്. ഹലോ, ഒരു ഉമ്മ. ആ സോപ്പ്. ഏയ്, റോസ്. ഹലോ. ഞാൻ മാത്രം കഷ്ടപ്പെട്ട് ജീവിക്കണം, അവൻ മാത്രം സന്തോഷിക്കണമല്ലേ? ജനിച്ച തൊട്ട് എല്ലാം അവന് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ എനിക്കാണെങ്കിലോ ഒന്നും കിട്ടുന്നില്ല. മരിക്കുന്നവരെ ഞാൻ നരകത്തിൽ ജീവിക്കണം, അവൻ മാത്രം സ്വർഗത്തിലല്ലേ? അതുകൊണ്ടാണ് ചന്ദ്ര എങ്ങനെ പോവുമോ അതേപോലെ തന്നെ അവനും പോകും. പിന്നീട് മുഴുവൻ സ്വത്തിനും ഞാനാണ് രാജാവ്. രാജാവുണ്ടെങ്കിൽ റാണി ഉണ്ടാവണ്ടേ? എന്തത്? നിന്റെ ഇങ്ങോട്ട് ചേട്ടൻ തിരിഞ്ഞു ഇവിടെ. കിടക്കടി. കൈ എടുക്ക, മാറ്. നീ ചുമ്മാരി. എന്തത്? ഏയ്, എടി, ഒന്ന് വെറുതെ ഇരിക്ക്. എടി, ഒരു പ്രാവശ്യം. എടി, നീ ചുമ്മാ ഇരുന്നേ. ഏയ്, എടി, അങ്ങനെ പറഞ്ഞ് കേൾക്കണ്ട. കേക്ക്. വേണ്ട, എടി, വേണം. ഞാൻ ആ, പറയുന്നത് ഇങ്ങോട്ട്. കേക്ക്. എടി, കൈ വെച്ച് മാറി, വെറുതെ മാറി. ഇരിക്ക്. ഇതാ, കെട്ടിപ്പിടിച്ചേ. എന്നെ പിടിക്ക്. നിന്റെ ഒരു കാര്യം. എന്തൊരു ടേസ്റ്റ് അതിന് ചുണ്ടിന്. ചേട്ടാ,
ഹലോ. ചേട്ടാ, സാരില്ല ചേട്ടാ, വിഷമിച്ചിരിക്കാതെ. ഞങ്ങൾ എല്ലാരും കൂടെ തന്നെ ഇല്ലേ? രേണു, ഉം, എല്ലാവർക്കും കോഫി എടുത്തോണ്ട് വാ. ശരി ചിറ്റേ. ഇപ്പൊ നിനക്ക് ഇതിന്റെ ആവശ്യം എന്താ? ശരി, അവൾ വിളിക്കുന്നു, ഞാൻ ഇറങ്ങാ. സൂക്ഷിച്ചു വേണം കേട്ടോ. രേണു പറഞ്ഞതുകൊണ്ടാണോ അതോ വിധി വൈപരീത്യം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ചന്ദ്ര എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എന്താണ് മാഡം, ഒത്തിരി സന്തോഷമില്ലല്ലോ. എന്താ ഒരു റൗണ്ട് കൂടെ പോണോ? പറഞ്ഞല്ലോ അറിയൂ ചന്ദ്ര. നിന്നോട് പറഞ്ഞിട്ടേ ഇല്ലേ? മാമനാണോ? മുന്നേക്ക് സംശയം വന്നാൽ മാത്രമേ അടിക്കുള്ളായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എന്റെ കഴുത്ത് പിടിച്ച് അമർത്തിയായിരുന്നു. അപ്പൊ കസ്തൂരി ഓടി വന്നില്ലായിരുന്നെങ്കിൽ ഞാനപ്പൊ മരിച്ചേനെ.
ഇപ്പൊ എന്താ എന്നെ കാണാൻ വരണ്ട, ഇതോടെ എല്ലാം മറന്നോളെന്ന് പറയാൻ പറയണോ? അതല്ലേ കാര്യം. നീയും എന്താടാ അയാളെ പോലെ മനസ്സിലാക്കാതെ പെരുമാറുന്നേ? നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്? ശരി, നീ തന്നെ പറ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ആ കാര്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ മൂത്ത മോള് അവളുടെ ശ്വാസം എന്റെ മേൽ തട്ടുന്ന രീതിയിൽ അത്രയും അടുത്തിരുന്ന് ഈ കാര്യം പറഞ്ഞു. ചേട്ടാ, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതാണ് ഞാനും ചെയ്തേ. ചേട്ടാ, ചിറ്റ വിളിക്കുന്നുണ്ട്. എടുത്ത് സംസാരിക്കടി. പറ ചിറ്റേ. അയ്യോ, ഇതോടുകൂടി എല്ലാ പ്രശ്നവും അവസാനിച്ചെന്ന് കരുതിയപ്പോ കാലം തന്റെ അടുത്ത നാടകം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നവും അവസാനിച്ചു. ഇതിന് ശേഷമാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. ആ, ഇതെന്താ പുതിയ കഥ? പറയാം. പറയേ. ഗുരുവിന് ഓൾറെഡി എന്നെ ഇഷ്ടമല്ല. ഇപ്പോ ചേട്ടൻ മരിച്ചതിന് ഞാനാണ് കാരണമെന്ന് വിചാരിച്ചേക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഈ ആധാരത്തിന്റെ പ്രശ്നവും. അന്ന് അദ്ദേഹത്തിന്റെ അടുത്തും എന്റെ അടുത്തും പവർ ഓഫ് അറ്റോർണിയെ കുറിച്ച് പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ അങ്ങേരുമില്ല, ഞാൻ മാത്രം. ഗുരുവിന്റെ സൈഡിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കേ. അവനുള്ള പ്രശ്നം വെച്ച് നോക്കുമ്പോ ഈ സ്വത്ത് അവന് കിട്ടിയാ അവനെ പോലെ സന്തോഷമുള്ള ആള് ഈ ലോകത്ത് വേറെ ആരും കാണില്ല. നീ ടെൻഷൻ ആവണ്ട, അവൻ അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല. ഇതിന് ധൈര്യമൊന്നും ആവശ്യമില്ല, ഭയം ഇല്ലാതിരുന്നാ മാത്രം മതി. ഓ, തീർക്കണമെന്ന് പറയാണോ? അതെ. അത് നടക്കില്ല. അങ്ങനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ല. അടുത്ത തലവേദന അപ്പോ എന്നെ ഈ രേണുവിനേക്കാളും നിനക്ക് നിന്റെ ചേട്ടനാണ് വലുതല്ലേ? അങ്ങനെയല്ല മോളെ, അതെന്റെ ചേട്ടനല്ലേ. നിന്റെ സ്ഥാനത്ത് ഗുരു ആണെങ്കിലുണ്ടല്ലോ, ആലോചിക്ക് പോലും ഇല്ലായിരുന്നു, അറിയോ? ഉഫ്.
ഞാനെന്താ എനിക്ക് വേണ്ടിയാ ചോദിക്കുന്നേ? നിനക്കും രേണുവിനും വേണ്ടിയാ പറയുന്നേ. ഞാനിനി കുറച്ചു നാളും കൂടെ കാണുള്ളൂ. അതിനുള്ളിൽ തന്നെ നീ സന്തോഷമായിട്ടിരിക്കുന്ന എനിക്ക് കാണണം, അത്രേ ഉള്ളൂ. നീ എന്ത് വിചാരിച്ചാലും ശരി. മനസ്സിലാക്കിക്കോ ചേട്ടാ. എന്തൊക്കെയാണെങ്കിലും കൂടെ കിടക്കുന്ന പെണ്ണ് ചേട്ടാന്ന് വിളിച്ചാൽ അവിടെ ആ വിളിയിലുള്ള സ്നേഹം എന്നെ കൊണ്ട് വീണ്ടും അത് ചെയ്യിപ്പിച്ചു. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ തേടിയാണ് നടക്കുന്നത്. ഒന്ന് വേണ്ടെങ്കിൽ അത് വേണമെന്നും ഒന്ന് വേണമെങ്കിൽ അത് വേണ്ടെന്നും. ഇപ്പൊ ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്യാൻ പോവാണ്. ചേട്ടാ, അത് മാത്രം പറയരുത്. അതാണ്. അതിനിപ്പോ അമ്മായിയെ കൊല്ലണമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ കിട്ടിയേ? ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ എല്ലാവർക്കും ഓരോ ആവശ്യമുണ്ട്, അതിനുവേണ്ടി കൊല്ലണമെന്നാണ് പറയുന്നത്. ഒരു വര അത് കടന്ന നമ്മുടെ ജീവിതം തന്നെ മാറി. ഗുരു അവന്റെ പണി ചെയ്യാൻ തുടങ്ങി. ആ സ്ലീപ്പിനെ കുറിച്ച് അവന് മനസ്സിലാക്കി കൊടുക്കണം. എടി പറടി, നീ കഴിച്ചോടി. ചേട്ടാ, ആ രണ്ടാമത്തെ ഡ്രോയിലുണ്ട്, അവിടുന്ന് എടുത്തോ. എടി ഇനി നിക്കടി, ഞാൻ വിളിക്കാൻ തന്നെ. ആ എടാ പറയാം. നാളെ ഗുരു പറഞ്ഞ ആ ദിവസമാണ്. അതെ, നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ്. എനിക്കൊരു പ്ലാനുണ്ട്. ഗുരു 4:30 അമ്മായിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ 5 മണിക്ക് ഗുരുവിന്റെ വീട്ടിൽ ചെല്ലും. അവൻ വീടിന് ചാവി വെക്കുന്ന സ്ഥലം എനിക്കറിയാം. അപ്പൊ ഈസിയായിട്ട് കഥ തുറന്നത് തീരാൻ പറ്റും. ഗുരുവിന്റെ കാര്യത്തിൽ അവൻ കള്ളു കുടിക്കുമ്പോഴൊക്കെ നല്ലപോലെ കുരുമുളകിട്ടൊരു ഓംലേറ്റ് കഴിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ബ്ലാക്ക് ലെഡ് സ്ലീപ്പ് ഈ പെപ്പറിനകത്ത് മിക്സ് ചെയ്യാണ്. എങ്ങനെയായാലും അമ്മായി ചത്ത് കാണുന്നുള്ള സന്തോഷത്തിൽ അവൻ ശരിക്കും ആഹ്ലാദിച്ച് കള്ളു കുടിക്കും. അപ്പോ ഓംലെറ്റും കഴിക്കും. അതിനുശേഷം ചത്ത് വീഴും. എന്താ അപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പ്ലാൻ തയ്യാറാക്കിയെന്ന് ചോദിക്കാൻ വരികയാണോ? ഈ ലോകത്തിൽ കാമം, പണം, ഈ 2 കാര്യങ്ങളും കിട്ടിയാൽ അവൻ ഈശ്വരനാകും. പക്ഷെ ആ 2 കാര്യം കിട്ടാനായിട്ട് നീ ആദ്യം ഒരു സാത്താനായി മാറണം. അതെ, ഇപ്പൊ ഞാൻ സാത്താനാണ്. ചേട്ടാ, എന്താടി, ഒരു റൗണ്ട് കൂടെ പോണോ?
ചന്ദ്ര എങ്ങനെ പോവോ അതേപോലെ അവനും പോകും.